Okay, good morning. Today we are going to discuss about law of mass action and its applications, which is an important topic and a 5 mark question too. Okay, first of all, the definition. The definition of law of mass action. The rate or velocity of a chemical reaction at constant temperature is proportional to the product of the concentration of reacting species. ദിസ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് ലോ ഓഫ് മാസ് ആക്ഷൻ. അതായത് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഓഫ് ഓർ വെലോസിറ്റി, ആ ഒരു റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, അത് നടക്കുന്ന ഒരു വേഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കും അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന പ്രോഡക്റ്റിലെ ആ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷന് അതിൻ്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണലായിരിക്കും എന്നാണ് പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ദ റേറ്റ് ഓർ വെലോസിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടിങ് സബ്സ്റ്റൻസസ്. ഇതാണ് എന്ത് ലോ ഓഫ് മാസ് ആക്ഷൻ്റെ ഡെഫിനേഷൻ. സി വി ക്യാൻ കൺസിഡർ ആൻ ഇക്വേഷൻ ദാറ്റ് ഈസ് എ പ്ലസ് ബി is equal to c plus d, or a plus b gives c plus d. Sorry, equal to alla, a plus b gives c plus d. It is a reversible reaction. See here, a and b are reactant and c and d are products. അതായത് എയും ബിയും ഇതിൽ റിയാക്ടൻസ് ആണ്, സിയും ഡിയും ഇതിലെ പ്രോഡക്ട്സ് ആണ്. എയും ബിയും റിയാക്ട് ചെയ്തിട്ടാണ് സിയും ഡിയും ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ഇവിടെ എയും ബിയും റിയാക്ട് ചെയ്തിട്ട് സിയും ബിയും ഉണ്ടാകുന്നു. When the equilibrium has reached, then the velocity of forward reaction is equal to the velocity of backward reaction. Okay, A and B gives C and D. Okay, A and B gives C and D. അതായത് ഈ ഒരു റിയാക്ഷൻ അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷനുമായിട്ട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എ ആൻഡ് ബി ഗീവ് സി ആൻഡ് ഡി. അതായത് റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്ട്സ് തരുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്ട്സ് അത് പിന്നെ റിവേഴ്സിബിൾ, അതായത് ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണല്ലോ. സി ആൻഡ് ഡി അത് ഒന്ന് ഡികമ്പോസ് ചെയ്തിട്ട് എ ആൻഡ് ബി തരുന്നത്. അതായത് ഈ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയിരിക്കും എന്തിൽ, ഇക്വിലിബ്രിയത്തിൽ എന്നാണ് പറയുന്നത്. ഇവിടെ എയും ബിയും റിയാക്ടൻസും സിയും ഡിയും പ്രോഡക്ട്സുമാണ്. At equilibrium, the rate of reaction is equal to or proportional to rate of backward reaction. See, rate of forward reaction is proportional to the concentration of A into the concentration of B, and the rate of backward reaction is proportional to the concentration of C in the concentration of D. അങ്ങനെയാണ് പറയുന്നത്. At equilibrium, the rate of forward reaction is equal to the rate of backward reaction. Okay, we can write concentration of A into B is proportional to concentration of C and D. Instead of this, we can write K1 into A and B is equal to A into B is equal to K2 into C into D. ഓക്കെ, ഇവിടെ K1 ആൻഡ് K2 എന്ന് പറയുന്നത് വെലോസിറ്റി കോഷ്യൻസ് ഓർ റേറ്റ് കോൺസ്റ്റൻസ്. ഓക്കെ, വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ ആ ഒരു പ്രൊപ്പോർഷണൽ സൈന് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടേംസാണ് എന്ത്, K1ഉം K2ഉം കോൺസ്റ്റൻസ് ആണ്. ഓക്കെ ഓക്കെ, കോൺസെൻട്രേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള കോൺസ്റ്റൻസ് ആണത്. വെലോസിറ്റി കോഷ്യൻ ഓർ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓർ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ്, ഇതൊക്കെ ഇതിനെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ വി ക്യാൻ റീഅറേഞ്ച് ദ ഇക്വേഷൻ K1A ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു K2C ഇൻറ്റു ഡി. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ K1/K2 ഇസ് ഈക്വൽ ടു C ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ A ഇൻറ്റു B. സോ K1/K2 that is K. We can write K instead of K1/K2. So K is equal to C into D divided by A into B. അതായത് K1 K2 അത് രണ്ടും നമുക്ക് K ആക്കിയിട്ട് എടുക്കാം. K1/K2 എന്നുള്ളത് നമ്മൾ K എന്ന ഒറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B ഇസ് ഈക്വൽ ടു K. K ഈസ് ഈക്വൽ ടു എന്താ, K എന്താ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് ഓർ വെലോസിറ്റി കോഷ്യൻ്റ് ആണെന്ന് പറയാം. ഓക്കെ ഓക്കെ, ആൻഡ് സി K, that is the equilibrium constant, which is depends upon temperature and pressure. But such variables are not important in qualitative analysis.
ഓക്കെ, ഇനി നമ്മൾ ഒരു മൾട്ടിപ്പിൾ റിയാക്ഷൻ ഒരു മൾട്ടിപ്പിൾ റിവേഴ്സിബിൾ റിയാക്ഷൻ നോക്കുവാണെങ്കിൽ, അതായത് A1 A2 A3 പ്രോഡക്ട്സ് റിയാക്ട് ചെയ്തിട്ട് B1 B2 B3 പ്രോഡക്ട്സ് ഫോം ചെയ്യുകയാണ്. അതായത് A1 A2 A3 റിയാക്റ്റഡ് ടു ഫോം B1 B2 B3. See, the amount of A1 is equal to P1 and the amount or molecule of A2 is equal to P2. Likewise A3 അത് P3 ആണ്, and amount of B1 is equal to Q1. So P moles or P amount or P moles of A1 react, P2 moles of A2 react, and P3 moles of A3 react to form Q1 moles of B1, Q2 moles of B2, and Q3 moles of B3. So we can write so here P1, P2, P3, Q1, Q2, Q3 are the numbers of moles of reactants and product respectively. So we can write Kz or K equilibrium constant is equal to B1 raised to Q1, B2 raised to Q2, B3 raised to Q3 divided by A1 raised to P1, A2 raised to P2 and A3 raised to P3. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ആ നമ്പേഴ്സ് എല്ലാം അതിൻ്റെ പവറായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ലോ ഓഫ് മാസ് ആക്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേഷൻ. ഓക്കെ, see, next we are going to discuss about the various applications of law of mass action. The first and important application is Ostwald dilution law. Second one is common ion effect. Third one is solubility product. And the fourth one is solubility of sparingly soluble salts of weak acids in mineral acid. And first an important application is Ostwald dilution law. And this law is applicable to weak electrolytes. Okay, weak electrolytes, and see, acetic acid as well as ammonium hydroxide in aqueous solution act as weak electrolytes. Consider the dissociation of acetic acid. Acetic acidൻ്റെ ഡിസോസിയേഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് അസറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അസറ്റിക് ആസിഡ് ദാറ്റ് ഈസ് CH3COH reacted with water. So CH3COH in water which will react together to form hydronium ion along with acetate ion. CH3COH plus water H2O gives H3O plus plus CH3CO minus. ഹൈഡ്രജൻ അയോൺസിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ആണ് അവിടെ കാണിക്കുന്നത്. See, we can apply law of mass action, that is Kc is equal to എന്തായിരുന്നു, അതായത് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടൻസ് അല്ലേ. പ്രോഡക്ട്സ് എന്തായിരുന്നു, CH3CO മൈനസ് അസറ്റേറ്റ് അയണിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് CH3CO മൈനസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ദാറ്റ് ഈസ് ഹൈഡ്രോക്സൈഡ് ഓർ ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു റിയാക്ടൻസ് ദാറ്റ് ഈസ് CH3COH പ്യുവർ അസറ്റിക് ആസിഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ H2O. സോ ഹിയർ Kc is equal to equilibrium constant. Okay, see here the amount or concentration of water is so large, so we can rearrange the equations into the concentration of CH3CO into H3O plus divided by CH3COH. See, ഇവിടെ H2Oൻ്റെ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കുന്നില്ല, ബിക്കോസ് അത് എന്താണ് ഹൈ കോൺസെൻട്രേഷൻ ആണ് ഉള്ളത്, ഓർ H2O ഇൻറ്റു Kc അതായത് എടുക്കുന്നത്. സോ നമ്മളിവിടെ വാട്ടർ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ആസിഡിൻ്റെ മാത്രം കോൺസെൻട്രേഷനും അതിൻ്റെ പ്രോഡക്ട്സുമാണ് എടുക്കുന്നത്. സോ KA നമ്മളതിനെ ആ ഒരു KCക്ക് പകരം നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിന് പകരം നമുക്ക് എന്തെഴുതാം, ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ് എന്ന് എഴുതാം, ബിക്കോസ് ഹിയർ ആസിഡ് ഈസ് ഡിസോസിയേറ്റഡ് ഇൻ ടു ഇറ്റ്സ് അയോൺസ്. Okay, that is the acid dissociation constant of acetic acid or Ka of acetic acid is equal to CH3CO minus into H3O plus divided by CH3COH. If we are writing Kb instead of Ka for some bases, we can write Kb instead of Ka, which is otherwise known as dissociation constant of a base. Okay, at given temperature. And one more thing, the V is inversely proportional to concentration, or the volume is inversely proportional to concentration. Okay, അപ്പം നമ്മൾ ആൽഫ ഇസ് എ ഡിഗ്രി, ഇഫ് യു ആർ കൺസിഡറിങ് ആൽഫ ആസ് എ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ആൻഡ് കോമ്പൗണ്ട്. ഓക്കെ, അതായത് ഒരു കോമ്പൗണ്ട് അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേറ്റഡ് ഫോമിൻ്റെ ആ ഒരു എമൗണ്ട് നമ്മൾ ആൽഫ എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അൺഡിസോസിയേറ്റഡ് കോമ്പൗണ്ട് എപ്പോഴും 1 - ആൽഫ ആയിരിക്കും, ബിക്കോസ് ഡിസോസിയേറ്റഡും അൺഡിസോസിയേറ്റഡും കൂടി ഫോം ചെയ്യുന്ന ഒരു യൂണിറ്റ് നമ്പർ ആയിരിക്കും. സോ ആൽഫ ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറ്റ്
equilibrium, and 1 minus alpha is the amount of undissociated form. So we can write the amount of undissociated acid is equal to 1 minus alpha by V, because V is equal to 1 by C, or C is equal to 1 by V. Okay, and അതായത് വി എന്ന് പറഞ്ഞാൽ ആ ഒരു വോളിയം ഒരു എമൗണ്ട് ആണ്. സോ അൺഡിസോസിയേറ്റഡ് അസറ്റിക് ആസിഡിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സി ഇസ് ഈക്വൽ ടു 1 ബൈ വി നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് ഓർ നമ്മൾ 1 ബൈ വി ഓർ വി ഇസ് ഈക്വൽ ടു 1 ബൈ സി, അല്ലെങ്കിൽ നമ്മൾ ആ കോൺസെൻട്രേഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇത് എത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് അൺഡിസോസിയേറ്റഡ് ഫോമിന് നമ്മൾ 1 മൈനസ് ആൽഫ ബൈ വി എന്നും, അതുപോലെ ഡിസോസിയേറ്റഡ് ഫോമിൽ നമ്മൾ ആൽഫ ബൈ വി എന്നും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ആ എമൗണ്ട് ആ വോളിയത്തിൽ എത്രയുണ്ടെന്നാണ് നോക്കുന്നത്. ഡിസോസിയേറ്റഡ് ഫോം ആൽഫ ബൈ വി എന്നെടുത്താൽ അൺഡിസോസിയേറ്റഡ് ഫോം നമുക്ക് 1 മൈനസ് ആൽഫ ബൈ വി എന്നെടുക്കാം. സി, and we can rearrange the equation. Ka is equal to CH3COO minus into H3O plus divided by CH3COOH. Instead of CH3COO minus, we can write alpha by V, because CH3COO minus acetate ion is the dissociated form of acetic acid. അതായത് acetic acidൻ്റെ dissociated form ആണ് CH3COO minus. So we can write alpha by V instead of CH3COO minus, and alpha by V instead of H3O plus, because acetic acidൻ്റെ dissociated form ആണ് CH3COO minusഉം H3O plusഉം, divided by undissociated form ആകുമ്പോൾ 1 മൈനസ് ആൽഫ ബൈ വി എന്ന് നമുക്ക് എഴുതാം. ആൻഡ് നമ്മൾ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് കെ എ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു വി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ നമ്മൾ വീണ്ടും റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കെ എ ഇൻറ്റു വി ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു 1 ബൈ സി. സോ ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു കെ എ, ദാറ്റ് ഈസ് കെ ബൈ സി, ഓർ ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ സി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. This is the first application of law of mass action, and here is the second application, that is common ion effect. The concentration of an ion in an ionic reaction is in aqueous medium can be increased by adding an electrolyte containing this ion. അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു അയോണിൻ്റെ അയണിക് അക്വസ് മീഡിയത്തിലുള്ള അയണിക് റിയാക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ? ആ അയോൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ആ അയോണുള്ള ഒരു കോമ്പൗണ്ട് നമ്മൾ ഈ ഒരു റിയാക്ടിങ് മീഡിയത്തിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. ആ പെർട്ടിക്കുലർ അയണിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോമൺ അയോൺ. സോ ദിസ് എഫക്റ്റ് ഈസ് നോൺ ആസ് കോമൺ അയോൺ എഫക്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് യൂസ് ഇൻ ദ precipitation ഓഫ് ദ ഗ്രൂപ്പ് 3 കാറ്റിയോൺസ്. ഗ്രൂപ്പ് 3 കാറ്റിയോൺസ്, അതായത് അതിൻ്റെ ഹൈഡ്രോക്സൈഡ്സിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഹിയർ ദ reactants are the group 3 cations along with ammonium hydroxide. In order to increase the reaction of this reaction, in order to increase the speed of this reaction, we are adding ammonium chloride in order to produce common ion effect. Okay, സി, ഇവിടെ നമ്മൾ NH4OH ആണ് റിയാക്ട് ചെയ്യുന്നത്. അതായത് അയൺസ് അലുമിനിയം പോലുള്ള കോമ്പൗണ്ട്സിനെ അതിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോമിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡാണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് എപ്പോഴും അമോണിയം അയോൺസും OH മൈനസ് അയോൺസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു അമോണിയം അയോൺസാണ് ഇവിടെ കോമൺ അയോൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കോമൺ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമോണിയം ക്ലോറൈഡ് ഒരു റിയാക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ അമോണിയം ക്ലോറൈഡും അമോണിയം അയോൺസും അതുപോലെ ക്ലോറൈഡ് അയോൺസുമായിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിതിനെ ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ we can write Ka is equal to NH4 plus into OH minus divided by NH4OH. That is the product by reactants, concentration of products by concentration of reactants. Okay,
അതായത് അമോണിയം ക്ലോറൈഡ് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. സോ അമോണിയം ക്ലോറൈഡ് NH4+ ആൻഡ് Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. സോ ഇവിടെ ഇക്വിലിബ്രിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി NH4+ൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. സോ ആ കേസിൽ ഈ റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ബിക്കോസ് NH4+ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ഈ റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ അവിടെ OH- അയോൺസിൻ്റെ അവൈലബിലിറ്റി കുറയും. സോ അങ്ങനെയാണ് ആ ഒരു റിയാക്ഷനാണ്, ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ ഗ്രൂപ്പ് 3 കാറ്റിയോൺസ് ചില അയോണിക് കോമ്പൗണ്ട്സ്, ഇത് മെറ്റാലിക് കോമ്പൗണ്ട്സ് നമ്മളതിനെ അതിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോമിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. And the third application is solubility products. Okay. A substance is precipitated from a solvent when it is soluble in that solvent. അതായത് ഒരു കോമ്പൗണ്ട് നമുക്ക് അതിനെ ഒരു സൊല്യൂഷനിൽ നിന്ന് ഒരു സോൾവെൻറ്റിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ കോമ്പൗണ്ട് അതിൽ സ്പാരിംഗ്ലി ഓർ ഫുള്ളി സൊലബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബേരിയം ഫോസ്ഫേറ്റ്. Barium phosphate, which is a sparingly soluble salt and practically which is insoluble, is placed in aqueous solution. The two connected equilibria are, that is barium phosphate in solid form will form dissociated form, barium phosphate, and in next step which will dissociate into barium ions as well as phosphate ions, plus ions minus ions ആയിട്ട് dissociate ചെയ്ത് പോകുന്നു. So and in next step we are applying law of mass action. So K is equal to Ba2+ into concentration of barium into concentration of phosphate divided by concentration of barium phosphate. Okay, that is product by reactants. The velocity or the value of undissociated barium phosphate is constant at given temperature. So ഇപ്പോൾ നമ്മൾ ബേരിയം ഫോസ്ഫേറ്റിൻ്റെ ആ ഒരു വാല്യൂ, അതായത് അൺഡിസോസിയേറ്റഡ് ഫോമിലുള്ള ഇത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, അത് ഫിക്സഡ് ആയിരിക്കും. സോ നമുക്കതിനെ നെഗ്ലക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ KS നമുക്കതിനെ എഴുതാം. അതായത് K into barium phosphate, concentration of barium phosphate is equal to concentration of barium ions into concentration of phosphates നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ അതിൽ ബേരിയം ഫോസ്ഫേറ്റ് നമ്മളെപ്പോഴും ഫിക്സഡ് ഫോമിലായിരിക്കും. സോ നമുക്കതിനെ 1 എന്ന് കൺസിഡർ ചെയ്യാം. സോ K into that is the barium phosphateൻ്റെ ആ ഒരു concentration, that is 1. So which is equal to KS. So KS is equal to the concentration of barium ions into concentration of phosphate ions. Here KS is equal to solubility product. ഇതിനെയാണ് solubility product എന്ന് പറയുന്നത്. Okay. Next, some limitations of solubility products, and which is usually approximate and which is applicable preferably to sparingly soluble salts. Insoluble salts fully soluble salts അധികം അത് applicable അല്ല. മെയിൻലി അത് sparingly soluble saltsനാണ് applicable. ബേരിയം ഫോസ്ഫേറ്റ് പോലെയുള്ള കോമ്പൗണ്ട്സിനാണ് applicable ആയിട്ടുള്ളത്. അതായത് പിന്നെ KS is depends upon temperature. Okay, temperature change. And the next one is, or the last application is solubility of sparingly soluble salts of weak acids and mineral acids. Examples നോക്കുവാണെങ്കിൽ നമ്മൾ കാൽഷ്യം ഓക്സാലേറ്റ് ആണ് എടുക്കുന്നത്. കാൽഷ്യം ഓക്സലേറ്റ് HCl മാത്രമേ ഡിസോൾവ് ആവത്തുള്ളൂ, മിനറൽ ആസിഡ് ആണ്. സോ കാൽഷ്യം ഓക്സലേറ്റ് വിൽ ഡിസോസിയേറ്റ് ഇൻറ്റു കാൽഷ്യം അയോൺസ് പ്ലസ് ഓക്സലേറ്റ് അയോൺസ് C2O4 2 minus ions, and HCl will dissociate into H+ along with Cl- ions. ഓക്കെ, ഈ H+ അയോൺസ് ഈ ഒരു ഓക്സലേറ്റ് അയോൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് H+ അയോൺസ് പ്ലസ് C2O4 2 minus will give HC2O4 minus, and this HC2O4 minus react with one molecule of H+ ions will give H2C2O4. So we can write K is equal to H+ into H2C2O4 divided by H2C2O4 minus താഴത്തെ മുകളിലെ അയോൺസ് താഴത്തെ അൺഡിസോസിയേറ്റഡ് ഫോം. ഇതാണ് മിനറൽ ആസിഡ്സിലുള്ള കാൽഷ്യം ഓക്സലേറ്റിൻ്റെ സൊലബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയാണ് ലോ ഓഫ് മാസ് ആക്ഷൻ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. ഓക്കെ.
Next, we are going to discuss about Henderson-Hasselbalch equation. Henderson-Hasselbalch equations acid-based titration കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മിക്കവാറും 2 മാർക്സിന് ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്. സോ ട്രൈ ടു ലേൺ ഇറ്റ്. ഓക്കെ. Henderson-Hasselbalch equation, which is used to estimate the pH of a buffer solutions. Okay, buffer solutionൻ്റെ pH ചേഞ്ച് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് Henderson-Hasselbalch equation. നമ്മൾ ഒരു ബഫർ സൊല്യൂഷൻസിനാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബഫർ മീൻസ് the compound or the compound which is having an ability to resist pH changes, which is having an ability to resist the change in pH. Okay, that compounds are known as buffers. Okay, ഇതിനെയാണ് ബഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഫേഴ്സിൻ്റെ pH എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് Henderson-Hasselbalch equation. According to Henderson-Hasselbalch equation, pH is equal to pKa plus log salt by acid concentration. pH is equal to pKa plus log concentration of salt divided by concentration of base. pH, we know that pH is equal to negative logarithm of H plus ion concentration, and pOH is equal to negative logarithm of OH minus ion concentration, and K is the acid dissociation constant. Already നമ്മൾ law of mass action ഡിസ്കസ് ചെയ്തതാണ്. and Kb is equal to base dissociation constant. Okay, and we can derive Henderson-Hasselbalch equation. Consider an acid HA, which is a strong acid dissociated in water, as HA gives H plus A minus. HA is a strong acid will dissociated in water to give H plus hydrogen ions along with A minus ions. According to law of mass action, or if we are applying law of mass action in this equation, we can write Ka is equal to H plus into concentration of H plus into concentration of A minus divided by concentration of HA. Okay, we can rearrange the equation, that is Ka is equal to concentration of product divided by concentration of reactants. We can rearrange the equation Ka into HA is equal to concentration of H plus into concentration of A minus. Okay, or H plus concentration is equal to Ka into HA divided by A minus. See, and in our next step we are applying log, negative log. Okay, so negative log of H plus is equal to negative log of Ka into negative log of Ka into HA by concentration of A minus. നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ നെഗറ്റീവ് ലോഗ് ഓഫ് എച്ച് പ്ലസ് ഈക്വൽ ടു ലോഗ് എ നെഗറ്റീവ് ലോഗ് കെ എ മൈനസ് നെഗറ്റീവ് മൈനസ് ലോഗ് എച്ച് എ ബൈ എ മൈനസ്. ഓക്കെ, ലോഗ് എച്ച് എ ബൈ എ മൈനസ്. അപ്പോൾ നമ്മൾ എന്താണ് ലോഗ് എ ഇൻറ്റു ലോഗ് ബി എന്നുള്ളത് നമ്മൾ ലോഗ് എ പ്ലസ് ലോഗ് എ ഇൻറ്റു ബി എന്നുള്ളത് നമ്മൾ ലോഗ് എ പ്ലസ് ലോഗ് ബി ആയിട്ട് എഴുതാറുണ്ട്. സോ നമ്മൾ നെഗറ്റീവ് ലോഗ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലോഗ് എ പ്ലസ് ലോഗ് ബി നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ലോഗാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ നെഗറ്റീവ് ലോഗ് കെ എ മൈനസ് ലോഗ് എച്ച് എ ഡിവൈഡഡ് ബൈ എ മൈനസ് എന്ന് നമുക്ക് എഴുതാം. നെഗറ്റീവ് ലോഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുവാണെങ്കിൽ നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എച്ച് ആണ്. ബിക്കോസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് പി എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പി എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി കെ എ. നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് നമുക്ക് പി എച്ച് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ലോഗ് കെ എന്നുള്ളത് നമുക്ക് പി കെ എന്ന് എഴുതാം, മൈനസ് ലോഗ് എച്ച് എ ബൈ എ മൈനസ്. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതാം. Okay, so pH is equal to pKa plus log A minus divided by HA. റീഅറേഞ്ച് ചെയ്തതാണ്, പ്ലസ് സൈൻ ആക്കാൻ വേണ്ടി നമ്മൾ ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തതാണ്. ഓക്കെ, സോ പി എച്ച് ഇസ് ഈക്വൽ ടു PKa പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ്. എ മൈനസിന് ഇവിടെ സോൾട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിക്കോസ് എപ്പോഴും നമ്മൾ ഒരു സ്ട്രോങ് ആസിഡ്സ് HCl ഡിസോസിയേറ്റ് ചെയ്യുന്ന വാട്ടറിൽ, അല്ലെങ്കിൽ അതൊരു ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു Cl മൈനസ് അയോൺസ് ഒരു ആസിഡ്, ഫോർ എക്സാമ്പിൾ
നമ്മൾ പറയുവാണെങ്കിൽ HCl NaOHുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ NaCl ഫോം ചെയ്യുന്നില്ല, ഒരു സോൾട്ട് ഫോമിൽ ഫോം ചെയ്യുന്നില്ല. എപ്പോഴും ആ ഒരു നെഗറ്റീവ് അയോൺ എപ്പോഴും ഒരു മറ്റേ കോമ്പൗണ്ടിനെ പോസിറ്റീവ് അയോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോൾട്ടാണ് ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് A- ഇവിടെ സോൾട്ടായിട്ട് പറയുന്നത്. സോ pH is equal to pKa plus log salt by acid. ആൻഡ് വേരിയസ് ആപ്ലിക്കേഷൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൻഡേഴ്സൺ-ഹാസൽബാച്ച് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is used to calculate the pH of a buffer solution and which shows the proportion of molecules that have been dissociated or in undissociated form. അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്യൂൾസ് ഡിസോസിയേറ്റഡ് ഫോമിലാണോ അൺഡിസോസിയേറ്റഡ് ഫോമിലാണോ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പറ്റും എന്നാണ് പറയുന്നത്.